മഴയത്തും വെയിലത്തും ഭഗവാനെ ഇതിനുള്ള കൂലി നീ കൊടുക്കണേ ദൈവമേ, നീ കൊടുക്കണേ. ഞങ്ങൾ ഒന്നും പറയണില്ല, വയ്യ വയ്യ. ഞങ്ങളിനി എങ്ങനെ സഹിക്കണം? 50 ദിവസം കൊണ്ട് സഹിക്കുന്ന രാവും പകലും മഴയത്തും വെയിലത്തും വയ്യ. ഞങ്ങൾക്കിനി സഹിക്കാൻ വയ്യ, ഞങ്ങൾക്കിനി സഹിക്കാൻ വയ്യ. ഇനിയെങ്കിലും ഇവര് കണ്ണു തുറക്കണം, ഇതിനു വേണ്ടി കണ്ണു തുറക്കണം. ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഈ സമരപ്പന്തലെന്ന് പറഞ്ഞു വേണം ഞങ്ങളെ മക്കളെ എടുത്ത്, ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ പറഞ്ഞു. ഞങ്ങൾ എത്ര എണ്ണം വന്ന് കിടക്കുന്നു ഇവിടെ, സുഖമില്ലാത്തവരും അമ്മമാരെയും വയസ്സായവരെയും മക്കളെയൊക്കെ ഇട്ടിട്ടാണ് വന്ന് കിടക്കുന്നത്. വയ്യ ദൈവമേ വയ്യ. ഇതാണ് ഞങ്ങളുടെ പ്രതികാരം, ഇതാണ് ഞങ്ങളുടെ പ്രതികാരം. ഇതിന് സമാധാനം പറയണം 3 മന്ത്രിമാരുടെ, ആരോഗ്യവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ധനമന്ത്രി, ഒരു 3 പേരും സമാധാനം പറഞ്ഞേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ദൈവം കൊടുത്ത് ഞങ്ങളുടെ നെഞ്ചും കരളാണ്, ഞങ്ങളെ ചങ്കാണ്, ഞങ്ങളെ കരളിനാണ് വെച്ചേക്കുന്നത്. ഇതിന് മറുപടി പറയണം. ഇതിന് ഇവരെല്ലാം 3 പേരും ഇതിന് മറുപടി പറയണം. ഇതിന് 3 പേരും മറുപടി പറഞ്ഞേ പറ്റും. ഞങ്ങള് 232 രൂപ ജോലിയിലെ കൂലിയാണ്, 232 രൂപ ജോലിയിലെ കൂലിയാണ്. ഇതാ ഞങ്ങൾക്ക് കിട്ടിയ അവസാനത്തെ കൂലി ഇതാണ്. ഇനിയെങ്കിലും കണ്ണു തുറക്കണം, കണ്ണു തുറക്കണം, ഇനി സർക്കാർ കണ്ണു തുറക്കണം കേട്ടോ. സമാധാനം പറഞ്ഞു മനസ്സില്ല, മന്ത്രി സമാധാനം പറഞ്ഞേ പറ്റും, മടക്കാൻ മനസ്സില്ല. മുടി മുറിച്ചുകൊണ്ട് ആശാപ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആശാപ്രവർത്തക പേരെന്താണ്? എവിടുത്തെ ആശാപ്രവർത്തകയാണ്? തിരുവല്ലത്തു നിന്നുള്ള പത്മജം എന്നുള്ള ആശാപ്രവർത്തകയാണ്. പൂർണ്ണമായിട്ടും മുടി മൊട്ടയടിച്ചിരിക്കുന്നു. വലിയ വൈകാരിക രംഗങ്ങൾക്കാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സാക്ഷികളാകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പത്മജ എന്ന ഒരു ആശാപ്രവർത്തക അവരവരുടെ പൂർണ്ണമായിട്ടും മുടി മുറിച്ചു മാറ്റിയിരിക്കുന്നു. അതിനുശേഷം അവര് സംസാരിക്കുന്നതാണ്.
പാർലമെന്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരമൊരു ശുഭകരമായ വാർത്ത കൂടി കേട്ടിട്ട് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പോവുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള നടപടികൾ സത്വരമാക്കണമെന്ന് കൂടി ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായ ശ്രീ കെ സുരേന്ദ്രനെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ പാലക്കാട് നിന്നും എന്ന് പറയുന്ന ഒരു സഹോദരി നമ്മുടെ സംഘടനാ നമ്മുടെ മുടി കെട്ടിക്കാണല്ലോ അത് വളരാൻ വേണ്ടി